ഹലോ കൂട്ടുകാരെ, നമുക്കൊരു മാങ്ങാക്കറി വെച്ച് നോക്കിയാലോ? നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ അച്ചു ഒരു 5, 8, 10 കാട്ടുമാങ്ങ കൊണ്ട് തന്നു കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഈ ചെറിയ മാങ്ങയെ കാട്ടുമാങ്ങ എന്നാണ് പറയുന്നത്. നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല മധുരവും പുളിയും എല്ലാം ആയിരിക്കും. എന്തായാലും കൊണ്ടുവന്ന് ഞങ്ങളത് നന്നായിട്ട് കഴുകി തൊലി കളഞ്ഞ് വൃത്തിയാക്കി നമ്മൾ നല്ല നാടൻ മൺചട്ടി നന്നായിട്ട് ചൂടാകുന്നതിന് വരെ വെച്ച് അതിലേക്ക് മാങ്ങയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അല്പം മുളക് പൊടി, ഉപ്പും എല്ലാം ചേർത്ത് ഒന്ന് മാങ്ങ ഒന്ന് ചെറുതായിട്ട് വേകുന്നിടം വരെ അടച്ചു വെച്ച്. എല്ലാവർക്കും ഈ ചെറിയ മാങ്ങ കറി വെച്ച് കൂട്ടാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ചൂട് ചോറും മാങ്ങാക്കറിയും ഒരു ഉണക്കമീൻ വറുത്തും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. നമ്മളെന്തായാലും നമ്മുടെ ഇടുക്കി സ്റ്റൈലിലാണ് കറി വെക്കുന്നത്. ഇതെല്ലാം നമ്മളൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം അല്പം ഒരു അരമുറി തേങ്ങ, 3-4 വെളുത്തുള്ളി, 2 ചുവന്നുള്ളി, ഇച്ചിരി മഞ്ഞൾ പൊടിയും ഉപ്പും കൂടി ഇട്ട് മിക്സിക്കകത്തുനിന്ന് അരച്ചെടുത്തു. ഏകദേശം അരച്ചെടുത്തപ്പോഴത്തേക്കും മാങ്ങയൊക്കെ നന്നായിട്ട് തിളച്ച് വെന്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല പേസ്റ്റ് പരുവത്തിനാണ് നമ്മൾ അരച്ചെടുത്തത്. എന്തായാലും മാങ്ങയൊക്കെ തിളച്ച് നമ്മൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിമൊക്കെ ഇച്ചിരി കുറച്ച് വെച്ച് അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. എന്തായാലും ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മിക്സിയുടെ ജാറിൽ അരപ്പ് കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. ലേശം വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ട് ഇളക്കി അതും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കണം കേട്ടോ. ഇളക്കിയിട്ട് ഒന്ന് തിളയ്ക്കാനുള്ള സാവകാശം കൊടുക്കുക. നമ്മുടെ നാട്ടിലൊക്കെ കാട്ടുമാങ്ങ സീസണായാൽ കിട്ടാൻ വലിയ പാടാണ് കേട്ടോ. എല്ലാവർക്കും കറി വെക്കാനും അതുപോലെ കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇത് വീഴുന്നത് നോക്കിയിരിക്കും. എന്തായാലും ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ ചോദിച്ചപ്പോൾ ചേട്ടാ എല്ലാവരും രാവിലെ പെറുക്കിക്കൊണ്ട് പോകാമെന്നാണ് അച്ചു പറഞ്ഞത്. എന്തായാലും അവനിന്ന് പെറുക്കി വെച്ച് നമുക്ക് തന്നു. അരപ്പൊക്കെ ചേർത്ത് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി നമ്മൾ മാങ്ങാക്കറി അടച്ചു വെക്കുക. ഒരു പാനെടുത്ത് നന്നായി ചൂടായതിന് ശേഷം നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് ചുവന്നുള്ളി, വത്തലമുളക്, കരിയാപ്പില എല്ലാം ഇട്ട് കൊടുക്കുക. ഇവ നന്നായിട്ട് മൂക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. തീ അല്പം കുറച്ചിട്ടാൽ കരിഞ്ഞു പോകത്തില്ല. ഇവയൊക്കെ നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങാക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശേഷം ഇതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കണം കേട്ടോ, സ്മെല്ലൊക്കെ ഒന്ന് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. നമ്മുടെ കറി അടിപൊളിയായിരിക്കും. ഇത് നമ്മുടെ ഇടുക്കി സ്റ്റൈലിലാണ് കേട്ടോ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെ വെക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. എല്ലാവരും ഇതുപോലൊന്ന് കറി വെച്ച് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. എന്നിട്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കുക. ആഹാ, അടിപൊളിയായിരിക്കും. മറ്റ് നാടൻ മാങ്ങയൊക്കെ വെക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതുപോലെ ചെറിയ മാങ്ങ കിട്ടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ഞങ്ങൾ വെച്ച സ്റ്റൈലൊന്ന് പരീക്ഷിച്ച് നോക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ടാറ്റാ, ബൈ ബൈ.